Meet the editors. അഴിമതിയുടെ PSU എന്നാണ് ചോദ്യം. PSUനിൽ നമ്മുടെ രാജ്യത്ത് പല PSCകളിലും നടന്ന വ്യാപകമായ കൊള്ളകളെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനോടൊന്നും നമുക്ക് താരതമ്യം ചെയ്യാൻ കേരളത്തിലെ PSCയിൽ നടന്ന ക്രമക്കേടുകളെ കഴിയില്ല. പക്ഷേ വളരെ ഗുരുതരമായ ചില ക്രമക്കേടുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു. ഇപ്പോൾ വ്യാപം അഴിമതി നമ്മൾ കണ്ടതാണ്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അഴിമതിയാണ്. സംസ്ഥാന സർക്കാരിനെ വരെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന അഴിമതികൾ നടന്നിട്ടുണ്ട്. എപ്പോഴാണ് ചെറുപ്പക്കാരുടെ പ്രതീക്ഷകളെ മേൽ ഇരുട്ടു പരക്കുന്നത്? ആ സമയത്ത് ചെറുപ്പക്കാർ നിരത്തിലിറങ്ങും. അതുകൊണ്ട് തന്നെ PSC ഏറിയ പങ്കും നിർവഹിച്ചു പോകുന്ന ജോലി ഏറെക്കുറെ ആത്മാർത്ഥതയുള്ളതാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ആ വിശ്വാസത്തിന് മേലുള്ള കരിനിഴലാണ് ഇപ്പോൾ ആസൂത്രണ ബോർഡിലെ ഏറ്റവും മുതിർന്ന 3 പദവികളിലേക്ക് നടന്ന 3 റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് വന്നിരിക്കുന്ന റിസൾട്ട്. അതിൽ ഇപ്പോൾ 10 ചോദ്യങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ 1ാം സ്ഥാനക്കാരനായ ഒരു ഇടത് സഹയാത്രികൻ വന്നിരിക്കുന്നു. അതും സംശയം നിഴലിലാണ്. പിൻവാതിൽ നിയമനത്തിൻ്റെ മറ്റു വാർത്തകൾ വരുന്നു. സക്കീറിൻ്റെ സമയത്ത് ആ അഭിമുഖങ്ങളിൽ വാരിക്കോരി മാർക്ക് നൽകിയതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ PSCയുടെ മേലുള്ള ആ വിശ്വാസ്യതയുടെ മേൽ കരിനിഴൽ പരക്കുകയാണോ, അഴിമതിയുടെ PSC ആണോ? നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജ്യത്ത് ഈ പരീക്ഷാ പേപ്പർ ചോർച്ച, അതുപോലെ തന്നെ മൂല്യനിർണ്ണയത്തിലെ പിഴവ്, ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഒരുപാട് യുവാക്കൾ തെരുവിൽ സമരം നടത്തുകയാണ്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാർട്ടി അവിടെ സമരം നടത്തുകയാണ്. യുവാക്കൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ എത്രയോ ദിവസമായി നിരാഹാരമനുഷ്ഠിക്കുന്നു, സമരം നടത്തി മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് കേരളത്തിലെ PSCയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നത്. ഇന്നിപ്പോൾ PSCയുടെ ആഭ്യന്തര വിജിലൻസിന് അന്വേഷണത്തിന് തീരുമാനിച്ചിരിക്കുന്നു. PSC ബോർഡ് ആ തീരുമാനമെടുത്തിരിക്കുന്നു. അതിൻ്റെ വാർത്താക്കുറിപ്പ് അല്പസമയം മുമ്പ് പുറത്തു വരികയും ചെയ്തു. നമുക്ക് PSC എന്ന് പറയുന്നത് ഒരു സർക്കാർ സ്ഥാപനം മാത്രമല്ല. PSC എന്ന് പറയുന്നത് രാജ്യത്ത് യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ, ജനങ്ങളുടെ വലിയ പ്രതീക്ഷയാണ് PSC എന്ന് പറയുന്നത്. അവിടെ ഒരു മാർക്ക് തിരുത്തിയാൽ പോലും, അതല്ലെങ്കിൽ ഒരു മാർക്കിൽ പിഴവ് സംഭവിച്ചാൽ പോലും, ഒരു മാർക്ക് തെറ്റായി രേഖപ്പെടുത്തിയാൽ പോലും തകരുന്നതൊരു വലിയ ജീവിതമാണ്, വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷയോടെ യുവാക്കളായാലും വിദ്യാർത്ഥികളായാലും നമ്മുടെ ജനങ്ങളായാലും ഉറ്റുനോക്കുന്ന PSCയിലാണ് ഇങ്ങനെയൊരു തട്ടിപ്പ് നടക്കുന്നു എന്നൊരു ആക്ഷേപം ഉയരുന്നത്. ഞാൻ PSCയെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കുന്നില്ല. PSC എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു PSC സംവിധാനമുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ ഏതാണ്ട് 3,15,512 പേർക്ക് PSC ജോലി നൽകിയിട്ടുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്ത് നമ്മൾ കൂട്ടിവെച്ചാലും അതിൽ 50 മുതൽ 60% വരെ തൊഴിൽ നൽകുന്നത് കേരള PSCയാണ്. അതായത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾ ചേർത്ത് വെച്ചാൽ ആ മുഴുവൻ സംസ്ഥാനങ്ങളിലും ആളുകൾക്ക് കിട്ടുന്ന സർക്കാർ ജോലിയിലെ 50 മുതൽ 60% സർക്കാർ ജോലി ലഭിക്കുന്നത് കേരളത്തിലാണ്. അത്രയും പേർക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനമാണ് കേരളത്തിലെ PSC എന്ന് പറയുന്നത്. അപ്പോൾ 2016 മുതൽ 2021 വരെയുള്ള കണക്ക് നോക്കിയാൽ 1,61,268 പേർക്കാണ് PSC കേരളത്തിൽ ജോലി നൽകിയത്. 2021 മുതൽ 2026 വരെ ഉള്ള കാലയളവ് നോക്കിയാൽ 1,54,202 പേർക്ക് PSC ജോലി നൽകിയിട്ടുണ്ട്. 9.5 വർഷത്തെ കണക്ക് മാത്രം നോക്കിയാൽ 3,02,202 പേർക്ക് PSC തൊഴിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സർക്കാർ ജോലി ലഭിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ കേരളത്തിൽ അത് 50 മുതൽ 60% വരെയാണ് മൊത്തം സംസ്ഥാനത്തെ. അപ്പോൾ അങ്ങനെ യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ പ്രതീക്ഷയായി നിൽക്കുന്ന PSCയിലാണ് ഇപ്പോൾ വലിയൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു പിഴവ് സംഭവിച്ചു. അതായത് മൂല്യനിർണ്ണയത്തിൽ 10 മാർക്കിൻ്റെ മൂല്യനിർണ്ണയം നടത്തിയില്ല. 58 മാർക്കിൻ്റെ 55 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങൾക്കുള്ള മൂല്യനിർണ്ണയം നടത്തിയില്ല. അപ്പോൾ ഈ നടത്തിയില്ല എന്നത് പിന്നീട് ബോധ്യപ്പെട്ടപ്പോൾ അത് മറച്ചു വെച്ചു. അത് മറച്ചു വയ്ക്കുകയും അതിലെന്തെങ്കിലും ഒരു വലിയ അന്വേഷണം വരുന്നത് തടയുകയും ചെയ്തു. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. മാത്രമല്ല PSC യോഗം ചേർന്ന ശേഷം ഇത് വിശദമായ അന്വേഷണത്തിന് തീരുമാനിച്ചപ്പോൾ PSC ചെയർമാൻ MR ബൈജു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് വിടാതെ, വിജിലൻസിലേക്ക് വിടാതെ അത് നേരെ പരീക്ഷാ കൺട്രോളിന് അന്വേഷണത്തിന് വിട്ടു.
അതാണ് ഇന്ന് തിരുത്തേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ പിഴവ് സംഭവിച്ചുവെന്ന് PSC തിരിച്ചറിയുകയും ഇപ്പോൾ ഇതൊരു വിശദമായ അന്വേഷണത്തിനായി വിജിലൻസിലേക്ക് വിടുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. PSC ചെയർമാൻ്റെ ആയാലും PSC അംഗങ്ങളുടെ ആയാലും നിയമനം നമുക്കറിയാം. അത് സർക്കാരാണ് നിയമിക്കുന്നത്, മന്ത്രിസഭയാണ് നിയമിക്കുന്നത്. പക്ഷേ PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കണമെങ്കിൽ സർക്കാർ വിചാരിച്ചാൽ പറ്റില്ല. അതിന് വലിയ പ്രോസസ്സ് ഉണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് തീരുമാനിക്കണം. അതായത് PSC ചെയർമാനായാലും PSC അംഗങ്ങളായാലും അവർ ഗുരുതരമായൊരു പിഴവ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് തീരുമാനിച്ചാൽ ആദ്യം സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം. ആ അന്വേഷണത്തിന് ശേഷം ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ നീക്കാനുള്ള തീരുമാനമെടുക്കണം. അത് ഗവർണറെ അറിയിക്കണം. ഗവർണർ അക്കാര്യം ഇന്ത്യൻ പ്രസിഡന്റിനെ അറിയിക്കണം. പ്രസിഡന്റ് അതിൻ്റെ റെഫറൻസ് സുപ്രീം കോടതിയിൽ നൽകണം. സുപ്രീം കോടതി ഈ കേസ് കേട്ട് ആ റെഫറൻസ് അംഗീകരിച്ച് രാഷ്ട്രപതിക്ക് മറുപടി നൽകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒക്കെ അനുമതിയോടുകൂടി രാഷ്ട്രപതി പിന്നീട് ഗവർണർക്ക് ഈ PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കാനുള്ള നിർദ്ദേശം നൽകണം, അധികാരം നൽകണം. അങ്ങനെയാണ് നീക്കാൻ കഴിയുക. കഷ്ടമെന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ സമ്മർദ്ദം അതിന് മുകളിൽ ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ കണ്ട സുരക്ഷ പരിരക്ഷ കൊടുക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ നിയമനങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണ്? നിയമനങ്ങൾ വരുന്നത് രാഷ്ട്രീയ തീരുമാനങ്ങളല്ലേ? ഓരോ സർക്കാരിൻ്റെയും രാഷ്ട്രീയ തീരുമാനങ്ങളല്ലേ? ആ സർക്കാരിനൊപ്പം നിൽക്കുന്ന, രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നവരാണ് PSC ചെയർമാനാവുക, PSC അംഗങ്ങളാവുക. അവിടെയാണ് വലിയ പ്രശ്നമുണ്ടാകുന്നത്. അതാണ് വലിയ ആക്ഷേപമായി മാറുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള പരാതികളൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ നിയമനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവരുടെ ആ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് നൽകി എന്നുള്ളതാണ് വലിയ ആക്ഷേപം ഉയർന്നത്. ഇപ്പോൾ PSC ചെയർമാൻ MR ബൈജുവിനെതിരെ വന്നിട്ടുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അവിടുത്തെ ഈ ഓഫീസ് അസിസ്റ്റന്റുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. പക്ഷേ ആ റാങ്ക് ലിസ്റ്റ് പരിഗണിക്കാതെ അവിടെ കരാർ നിയമനം നടത്തി. ആ കരാർ നിയമനം നടത്തിയതിൽ ജോലി ലഭിച്ചതിൽ ഒരാൾ ഈ PSC ചെയർമാൻ്റെ ഡ്രൈവറുടെ ഭാര്യയുടെ സഹോദരനാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റ് ചിലർക്ക് കൂടി സമാനമായി നിയമനം ലഭിച്ചു എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ മറ്റ് നിയമനങ്ങളിലും ഇതുപോലുള്ള ആക്ഷേപങ്ങൾ സർവീസ് സംഘടനകൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ അവിടെ തകരുന്നത് PSCയുടെ വിശ്വാസ്യതയാണ്. അപ്പോൾ PSCയുടെ വിശ്വാസ്യത തകരുന്ന ഗൗരവമായ സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ PSCയുടെ വിശ്വാസ്യത തകരാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ 2019 PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം ഉയർന്നില്ലേ? അതിൻ്റെ ഉത്തരങ്ങൾ ആ പരീക്ഷ എഴുതിയ ചിലർക്ക് ലഭിച്ചു എന്നതൊക്കെ സംബന്ധിച്ചുള്ള വലിയ ആക്ഷേപങ്ങൾ ആ കാലത്ത് ഉയർന്നത് വലിയ വിവാദമായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ആയാലും യുവാക്കളുടെ ആയാലും വലിയ പ്രതീക്ഷയാണ് സർക്കാരിൻ്റെ തൊഴിൽ നൽകുന്ന സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ആ സംവിധാനങ്ങൾ സ്വതന്ത്രമായിരിക്കണം, അതൊരു ഭരണഘടനാ പദവിയായിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ PSC ചെയർമാൻമാരെ മാറ്റാൻ രാഷ്ട്രപതിക്ക് മാത്രം ഭരണഘടന അധികാരം നൽകുന്നത്. ഭരണഘടനയുടെ 317(1) അനുച്ഛേദ പ്രകാരം അത് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഒരിക്കലും ബയസ്ഡ് ആകാൻ പാടില്ല എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെയാണ് ഒരു കരിനിഴൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായും അതുണ്ടാകാൻ പാടില്ല. ഇന്ത്യയിൽ 45 കോടി യുവാക്കളാണുള്ളത്. അതായത് 19 മുതൽ 29 വയസ്സ് വരെയുള്ള 45 കോടി യുവാക്കളുള്ള രാജ്യമാണ് ഇന്ത്യ. അതിൽ തൊഴിലില്ലാത്ത ഏതാണ്ട് 5 കോടിയോളം ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷയാണ് തൊഴിൽ ലഭിക്കുക, നല്ല ജോലി ലഭിക്കുക, അതിനുവേണ്ടി പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ച് ജീവിതത്തിൽ ഒരു സർക്കാർ ജോലിക്കായി പ്രയത്നിക്കുന്നവർക്ക് മുന്നിലാണ് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കാരണവശാലും അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ വേണം എന്നാണ് എൻ്റെ നിലപാട്. അഴിമതിയുടെ PSCയോ എന്നാണ് ചോദ്യം. സ്മൃതി, അഴിമതിയുടെ PSC ആണോ? അഴിമതിയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ ഒരു അന്വേഷണാത്മകമായി തന്നെ ഇതിൽ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ പലയിടത്തും ഈ തുടർ പരമ്പരകൾ തന്നെ വരുന്നുണ്ട്. ഏതൊക്കെ തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സർക്കാർ സേവനത്തിന് യോഗ്യരെ കണ്ടെത്താനുള്ള പരീക്ഷയാണ്. ആ പരീക്ഷയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വർഷങ്ങളോളം പഠിക്കുന്നവരുണ്ട്, അല്ലേ? അതിനായി ശ്രമങ്ങൾ നടത്തി ആ പരീക്ഷ എഴുതുന്നു, അതിൻ്റെ പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്നവരുണ്ട്. നമ്മൾ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് കണ്ട വലിയ സമരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. റാങ്ക് ഹോൾഡേഴ്സ് 1ാം റാങ്കും 2ാം റാങ്കും ഒക്കെ കിട്ടിയിട്ടും അവർക്ക് നിയമനം ലഭിക്കാത്ത വിഷയം. ആ സമരങ്ങളുടെ സ്വഭാവം നമ്മൾ കണ്ടാണ്. വെയിലത്ത് കണ്ണുകെട്ടിയുള്ള സമരം, റോഡിലൂടെ ഉരുണ്ടുകൊണ്ടുള്ള സമരം, ഈ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ ഈ രൂപത്തിലേക്ക് സമരം ചെയ്യുന്ന രൂപത്തിലേക്ക് ആ യുവാക്കളെ എത്തിച്ചത് എന്താണ് എന്നുള്ള പരിശോധനയിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഒരു വിവരം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തുടരെ കുറേ കാര്യങ്ങളായി പുറത്തു വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പിൻവാതിൽ നിയമനങ്ങളുടെ ഒരു പരമ്പര തന്നെ കഴിഞ്ഞ 5 വർഷം ഈ തുടർ ഭരണം കിട്ടിയ ശേഷമാണ് അതിൽ വലിയ വേഗമുണ്ടായിട്ടുള്ളത് എന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ പർട്ടിക്കുലർ കേസ് PSC വഴി നിയമനം നടത്തുന്ന ഏറ്റവും ഉയർന്ന തസ്തികകളിൽ ഒന്നായിരുന്നു ആസൂത്രണ ബോർഡിലെ ചീഫ് എന്ന പോസ്റ്റ്. അതിൽ ശമ്പളം 1.25 ലക്ഷത്തിലേറെ
ആണ് അതിലെ പ്രതിമാസ അടിസ്ഥാന ശമ്പളം 1.25 ലക്ഷത്തിലേറെയാണ്. അപ്പോൾ ഈ തസ്തികയിൽ ഈ തൊഴിൽ മാർക്കറ്റിൽ വലിയ ഡിമാൻഡുള്ള പരീക്ഷയാണ്. അപ്പോൾ വിവിധ വിഭാഗങ്ങളായി 7 ഒഴിവുകളാണ് ചീഫിനായി ആസൂത്രണ ബോർഡിലുള്ളത്. 200 മാർക്കിനുള്ള വിവരണാത്മക പരീക്ഷയും 40 മാർക്കിനുള്ള ഇന്റർവ്യൂവുമാണ് ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ തസ്തികയിൽ PSC നിയമനം നടത്തി. അതാണ് ഇപ്പോഴത്തെ വിവാദങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ പരീക്ഷ 2023 ജൂലൈയിലാണ് പരീക്ഷ നടന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് രേഖപ്പെടുത്താതെ റാങ്ക് പട്ടിക PSC പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. അതിന് PSC പറഞ്ഞ ന്യായം, ഒരു പരീക്ഷയുടെ മാർക്കാണ് കൂടുതൽ തസ്തികകളുടെ റാങ്ക് നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ മാർക്ക് പിന്നീട് അറിയിച്ചാൽ മതി. ഈ വ്യവസ്ഥയുടെ മറവിൽ 7 എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും മാർക്കുകൾ അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെക്കാൻ PSCക്ക് കഴിയുമായിരുന്നു. അതിൽ അങ്ങനെ ക്രമക്കേടുകൾ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യില്ല. ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് 3 വർഷവും നിയമനം കഴിഞ്ഞ് 1 വർഷമാകുമ്പോൾ ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ആകെ 10 പേർ റാങ്ക് പട്ടികയിലുണ്ടായിരുന്നു. കട്ട് ഓഫ് മാർക്ക് വളരെ കുറവാണ്, 27.88 ആയിരുന്നു. മൂല്യനിർണ്ണയത്തിൽ പിശകുണ്ടെന്ന് അപ്പോഴേ ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉത്തരക്കടലാസിന്റെ പകർപ്പിന് അവർ അപേക്ഷ നൽകിയത്. അപേക്ഷ ആദ്യം അംഗീകരിക്കുകയും ചെയ്തിരുന്നില്ലല്ലോ. അപ്പോൾ 13 ദിവസത്തിനകം അപേക്ഷിച്ചിട്ടും അത് അനുവദിക്കാൻ PSC തയ്യാറായില്ല. 1 വർഷമെടുത്തു. ഉത്തരക്കടലാസ് കയ്യിൽ കിട്ടിയ ഉദ്യോഗാർത്ഥികൾ അത് കണ്ട് അമ്പരക്കുകയായിരുന്നു. ആകെയുള്ള 28 ചോദ്യങ്ങളിൽ 18 എണ്ണത്തിന് മാത്രമേ PSC മാർക്കിട്ടുള്ളൂ. 53 മാർക്കുള്ള ബാക്കി ഉത്തരങ്ങൾ കാണാനേ ഇല്ല. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന PSCയുടെ യോഗം ചേർന്നു. PSCയുടെ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ ഇത് മുഴുവൻ പുറത്തുവിടണം, അഭിമുഖത്തിന് ലഭിച്ച മാർക്കിൻ്റെ വിവരങ്ങൾ മുഴുവൻ പുറത്തുവിടണം എന്നുള്ള ഉത്തരവ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ പൂർണ്ണമായും വിവരങ്ങൾ പുറത്തേക്ക് വരാണ്ട്. അപ്പോൾ അതൊരു പരീക്ഷയുടെ കാര്യമാണ്. പക്ഷേ തുടർ ഭരണത്തിന് ശേഷം നിരവധി വ്യാപകമായ അട്ടിമറികൾ നടന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇതിൽ എന്താണ് PSCയുടെ ഒരു ഘടന? PSC കമ്മീഷൻ ചെയർമാൻ ആരാണ്? KGOA എന്ന ഇടത് സംഘടനാ നേതാവാണ് ഈ കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് KGOക്കാർ തന്നെയാണ്. അതായത് ഇപ്പോൾ അതിലെ അംഗങ്ങൾ 16 പേരും ഇടതുപക്ഷത്തിൻ്റെ നോമിനികളാണ്. അപ്പോൾ ഈ ഇന്റർവ്യൂ തയ്യാറാക്കുന്നതും KGOക്കാരാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ആരുടെ ചോദ്യം, ഈ ചോദ്യങ്ങൾ ഇപ്പോൾ നേരത്തെ പോലെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നുള്ള ഒരു ക്രമീകരണമല്ല ഇപ്പോൾ നടക്കുന്നത്. ആരുടെ ചോദ്യമാണ് പുറത്തു വരുന്നതെന്ന് അറിയാം. ഒരാളൊക്കെയാണ് ചോദ്യങ്ങൾ കൊടുക്കുന്നത്. അത് ആരാണ് ആ ചോദ്യം നൽകുന്നത് അറിയാൻ പറ്റും. അത് നേരെ പ്രോസസ്സിലേക്ക് പോകുന്നു, പരീക്ഷാ ഹാളിലേക്ക് പിന്നീട് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുവഴി ആ ചോദ്യങ്ങൾ ആർക്കാണോ അത് സ്ഥാനം കൊടുക്കേണ്ടത് അവർക്ക് ആ കിട്ടാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാകുന്നു. ഇനിയിപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നുള്ള ബന്ധു നിയമനങ്ങളുടെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. PSCക്ക് പല നിയമനങ്ങളും വിടുന്നില്ല. സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് സുതാര്യമായി നിയമനം നടത്തേണ്ട സംവിധാനം പലതും PSCക്ക് വിടാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയ വാർത്തയുണ്ടായിരുന്നല്ലോ, അതിലെ ഗൺമാൻ്റെ ഭാര്യ സഹോദരൻ, എനിക്ക് തോന്നുന്നത് അവസാന നിമിഷവും ED വന്ന ഘട്ടത്തിലും അദ്ദേഹത്തിന് കാവൽ നിന്നിരുന്ന ഉദ്യോഗസ്ഥനാണെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനും ഇങ്ങനെ ഓഫീസ് അറ്റൻഡർ തസ്തികയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അതെ, കരാർ നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീട് അത് സ്ഥിരപ്പെടുത്താനുള്ള സംവിധാനം തേടും. ഇതാണ് സ്ഥിരമായി സംഭവിക്കുന്നത്. പിന്നെ LDFന്റെ സർവീസ് സംഘടന ഭരിക്കുന്ന സൊസൈറ്റി ക്യാൻറ്റീൻ ജോലിക്ക് ശമ്പളം PSCയിൽ നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ സഹകരണ സൊസൈറ്റിയിലെ LDF യൂണിയൻ നേതാവിൻ്റെ സഹോദരിയുടെ മകനാകുന്നു. ഇനി PSC ചെയർമാന്റെ ഡ്രൈവർ അതിന് ലിസ്റ്റ് നിലവിലുണ്ട്. എന്നിട്ടാണ് കരാർ അടിസ്ഥാനത്തിൽ PSC ചെയർമാന്റെ ഡ്രൈവറുടെ ബന്ധുവിന് നിയമനം കടക്കുന്നു. CPM മുഖപത്രത്തിലെ ജീവനക്കാരന് PSC പ്രസിദ്ധീകരണത്തിന്റെ ലേഔട്ട് ചുമതല കൊടുക്കുന്നു. അതിലും PSC വഴിയാണ് ശമ്പളം കൊടുക്കുന്നത്. 10,22,000 രൂപ ആ വഴിക്കും കൊടുക്കുന്നു. ഇനി ഓഫീസ് അറ്റൻഡർമാരുടെ റാങ്ക് പട്ടിക ഇല്ലാതിരുന്ന 9 വർഷം മുമ്പ് കരാർ ജീവനക്കാരെ എടുക്കുന്നു. പിന്നീട് ഈ റാങ്ക് പട്ടിക വന്നിട്ടും റാങ്ക് പട്ടികയുള്ളവരെ പിന്നെ എടുക്കുന്നില്ല. ഈ റാങ്ക് പട്ടികയുള്ളവർ പുറത്തു നിൽക്കുന്നു, അവരെ എടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ ഓരോ വർഷവും ഇവരുടെ കരാർ പുതുക്കി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ PSC ഉദ്യോഗാർത്ഥികൾ പല ഘട്ടങ്ങളിലായി പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓഫീസ് അറ്റൻഡർമാരെ നിയന്ത്രിക്കുന്ന ചുമതല കൂടി നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് അളിയന് ആ ചുമതല കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് വലിയ രീതിയിൽ അഴിമതി. ഇപ്പോൾ യോഗം ചേർന്ന് എടുത്തിരുന്ന തീരുമാനങ്ങൾ പോലും അട്ടിമറിക്കുന്ന രൂപത്തിലാണ് ചെയർമാൻ പ്രവർത്തിച്ചിരുന്നത്. ഇന്നത്തെ യോഗത്തിൽ ചെയർമാന് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നുള്ള കേൾക്കുന്നു. ഏതായാലും വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോവുകയാണ്. വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സർക്കാർ അതിൽ ഒരു നിയമോപദേശം തേടിയത് സർക്കാരിന് നേരിട്ട് അങ്ങനെ നടപടി എടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള കാര്യമുണ്ട്. അങ്ങനെയല്ല പ്രവർത്തിച്ചതെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന UDF സർക്കാരിൻ്റെ കാലത്തും ഈ പറയുന്ന ഇഷ്ടക്കാർക്ക് കൊടുക്കില്ല എന്നൊന്നും കരുതാൻ കഴിയില്ല. പക്ഷേ അതൊരു വലിയ പ്രവണതയായി വലിയ രൂപത്തിൽ തുടർഭരണം കിട്ടിയപ്പോൾ ഇനിയെല്ലാം നമ്മൾക്ക് കിട്ടും, എല്ലാം നമ്മുടെ ആളുകൾക്ക് എന്ന രൂപത്തിലേക്ക് അത് പോയി എന്നുള്ളതിൻ്റെ വലിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന് അങ്ങനെ ഒരു പിഴവുണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഓരോ
ഡിപ്പാർട്ട്മെന്റിലെ ഓരോ വകുപ്പുകളിലുമുള്ള ഒഴിവുകൾ കൃത്യമായി അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെ 3 ആഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണം. അപ്പോൾ ആ ഒഴിവുകൾ അപ്പപ്പോൾ നികത്തി പോകണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അതിന്മേൽ വേഗം നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോഴും റാങ്ക് ഹോൾഡർമാർ പുറത്തു നിൽക്കുകയാണ്. റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ പല സംഘടനകളുണ്ട്. അവരുടെയൊക്കെ ഒരുപാട് അവർ ഉന്നയിച്ച വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു. ദീർഘനാളായി നിന്ന സമരങ്ങളുടെ വിഷയങ്ങളുണ്ട്. അത് ഉടൻ തന്നെ പരിഹരിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിൽ പോലും കാര്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ യുവാക്കളുടെ പ്രതിഷേധം കൂടിയാണ്. അതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം കൂടി സർക്കാരിനുണ്ട്. വിജിലൻസ് അന്വേഷണം വേഗത്തിലാക്കി ഈ ക്രമക്കേടുകൾ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ ഒരു യോഗ്യതയുമില്ലാതെ സർക്കാരിൽ യോഗ്യരെ കണ്ടെത്താനുള്ള പരീക്ഷയിൽ ഒരു യോഗ്യതയുമില്ലാതെ കയറിയിരിക്കുന്നവരെ പുറത്താക്കേണ്ടെന്ന സമയം അതിക്രമിച്ചിരിക്കുന്നതാണ്. വളരെ വേഗത്തിൽ ആ നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ നടന്നിരിക്കുന്ന അഴിമതിയാണ്. നമ്മളൊരു അഴിമതി പറയുമ്പോൾ അപ്പുറത്ത് നീറ്റ് പരീക്ഷയിൽ അതിലും വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടല്ലോ എന്നൊരു താരതമ്യം ഇതിൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ ആ വിഷയത്തിൽ എത്രത്തോളം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ PSC വഴി ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വർഷം 30,000 പേർക്ക് നൽകുന്നതാണ്. ആ 30,000 പേരിൽ എത്രത്തോളം ആളുകൾ യോഗ്യരായിരിക്കുന്നു എന്ന് ചോദ്യം നിൽക്കുമ്പോൾ യോഗ്യർ പുറത്തു നിൽക്കുകയാണ്. അവർ ഇന്നല്ലെങ്കിൽ നാളെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്നതാണ്. ഈ ജോലി കിട്ടിയിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന് കരുതി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ട് അയോഗ്യരവിടെ ആ കസേരകളിൽ ഇരിക്കുമ്പോൾ അവരെ പുറത്താക്കേണ്ടതുണ്ട്. അതിലേക്ക് വേഗം എത്താൻ കഴിയട്ടെ. അഴിമതിയുടെ PSU എന്നതാണ് ചോദ്യം. മധു, PSC അഴിമതിയുടേതാകുമ്പോൾ ഇപ്പോൾ പലതരത്തിലുള്ള വിശേഷണങ്ങൾ ഈ PSC എന്നുള്ളതിന് പലതരത്തിലുള്ള പേരുകൾ കൽപ്പിച്ച് നൽകുന്നുണ്ട്. ഒന്ന് അത് പ്രൈവറ്റ് സർവീസ് കമ്മീഷനാണോ എന്ന് ചോദിക്കുന്നത്, പാർട്ടി സർവീസ് കമ്മീഷനാണോ എന്ന് ചോദിക്കുന്നുണ്ട്, പിണറായി സർവീസ് കമ്മീഷനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നേരത്തെ സുനിൽ സാർ ചൂണ്ടിക്കാണിച്ചു വർഷം 30,000 ആളുകൾക്ക് ജോലി കൊടുക്കുന്നു എന്നത്. ജോലി കൊടുക്കുന്നത് PSCയുടെ ഔദാര്യമല്ല. ഒന്ന്, ഇനി നമ്മൾ സാധാരണഗതിയിൽ ഒരു വിമർശനം ഉണ്ടാകാറുണ്ട്, സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം കൊടുത്ത് സർക്കാർ മുടിയുന്നു എന്നുള്ളത്. സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക്, ഞാൻ പറയട്ടെ, സർക്കാർ അല്ല, അങ്ങ് പറഞ്ഞതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. സർക്കാർ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന സർവീസിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്കാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ ഉണ്ടാകുമ്പോൾ PSCയുടെ ചുമതലയാണ് മെറിറ്റോറിയസ് ആയി അവിടേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത്. സുതാര്യമായി ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടപ്പിലാക്കുക എന്നതും PSCയുടെ ഏറ്റവും പ്രാഥമികമായ ചുമതലയാണ്. ഇതിനു വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ നേരത്തെ അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ പരമാധികാരവും കൊടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ പ്രാദേശികമായ സർക്കാരുകളുടെയോ അധികാരത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടാകരുത് എന്ന് കണ്ട് എല്ലാ പരിരക്ഷയും കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തിന് എത്ര ആളുകളുണ്ട്? 21 മെമ്പർമാർ. ഇപ്പോൾ അതിൽ 16 പേരോ മറ്റോ ആണുള്ളത്. 5 പേരെ കോൺഗ്രസിന് നിയമിക്കേണ്ട ആളുകളാണ്. സാധാരണഗതിയിൽ 21 മെമ്പർമാർ. 2025 ജനുവരി മാസത്തെ പുതുക്കിയ ശമ്പള സ്കെയിൽ നിലവിൽ വന്നു. അന്നിവിടെ ആശാവർക്കർമാരുടെ സമരം നടക്കുകയാണ്. 1000 രൂപ കൂട്ടിക്കൊടുക്കാൻ ആശാവർക്കർമാരുടെ സമരം നടക്കുന്ന സമയത്താണ് PSC മെമ്പർമാരുടെയും PSC ചെയർമാന്റെയും ശമ്പള വർധന നിലവിൽ വരുന്നത്. 2,24,100 രൂപ ചെയർമാനും 2,19,000 രൂപ അംഗങ്ങൾക്കും അടിസ്ഥാന ശമ്പളം സർ. അതിനപ്പുറത്തേക്ക് റെന്റ് അലവൻസ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് യാത്രാബത്തയുണ്ട്, 40% DA ഉണ്ട്. അത് കേന്ദ്ര നിരക്കിൽ ഉണ്ടാകരുതെന്ന് അന്ന് ധനവകുപ്പ് പറഞ്ഞു. കാരണം ഇതെല്ലാം കൂടി കൂടുമ്പോൾ ഏതാണ്ട് 3,18,000 രൂപ ചെയർമാനും 3,11,000 രൂപ അംഗങ്ങൾക്കും വരുന്ന വലിയ ശമ്പളം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ PSC സംവിധാനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. നമ്മുടെ ന്യായം എന്താ? വർഷം 30,000 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ ആ ചെലവ് കൊടുക്കുന്നത് നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിൽ തെറ്റില്ല. അങ്ങനെയുള്ള ഉത്തരവാദിത്തമുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് തുടർച്ചയായ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മളതിനെ കൂടുതൽ ഗൗരവത്തോട് കാണുന്നത്. 30,000 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്കുള്ള യാതൊരു പ്രിവിലേജും ഈ പറയുന്ന കുറ്റമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നതിൽ അതിന് അർഹതയില്ല. കാരണം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ആനുകൂല്യങ്ങളും ആ സംവിധാനത്തിനും അതിൽ ജോലിയെടുക്കുന്ന ആളുകൾക്കും ഈ വരുമാനത്തിൽ നിന്ന്, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് പ്രാഥമികമായി അവിടെ പറയാനുള്ളത്. അതുകൊണ്ട് വീഴ്ച വന്നാൽ ചൂണ്ടിക്കാണിക്കണം എന്നത് പ്രധാനമാണ്. അതിൽ തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി സാധ്യമായ എല്ലാ നടപടികളും എടുക്കണം
എന്നതും പ്രധാനമാണ്. വേണ്ടി വന്നാൽ ഈ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കണം എന്നതുകൂടിയുണ്ട്. കാരണം മഴയത്തും വെയിലത്തും, ഞാൻ ഇന്നലെ ചർച്ചയിലും പറഞ്ഞൊരു കാര്യമാണ്, ആളുകൾ കാർക്കിച്ചു തുപ്പി കടന്നു പോകുന്ന ഇടത്ത് ഇരുന്നും കിടന്നും സമരം ചെയ്തവരാണ് നമ്മുടെ യുവജനങ്ങൾ. തെരുവ് നായകൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് മുട്ടിലിഴഞ്ഞും ശയനപ്രദക്ഷിണവും ചെയ്ത് സമരം നടത്തിയവരാണ് നമ്മുടെ യുവജനങ്ങൾ. അങ്ങനെയുള്ള ഇടത്ത് തൊഴിലിനു വേണ്ടി മനുഷ്യർ അവന്റെ അഭിമാനത്തെ പോലും മാറ്റിവെച്ചുകൊണ്ട് സമരം ചെയ്ത, ഉപ്പ് കല്ലിൽ മുട്ടുകുത്തി നിന്ന, കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ച ഉദ്യോഗാർത്ഥികൾ ഉള്ള ഇടത്താണ് ഇക്കണ്ട തോന്നിവാസം നടക്കുന്നത് എങ്കിൽ ചോദ്യം ചെയ്യണം. അതിനൊരു പ്രിവിലേജും ബാധകമാകാൻ പാടില്ല എന്നുള്ളതാണ്. പരീക്ഷാരേഖകൾ പുറത്തുവിടണം എന്ന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് കൂടി വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ PSC ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താക്കുറിപ്പിറക്കിയത്. വാർത്താക്കുറിപ്പിറക്കിയപ്പോഴോ ഇതിൽ 228 ഉത്തരക്കടലാസ് 4 ഡിവിഷനുള്ള ഒരു 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പരീക്ഷ നടത്താൻ പറയുന്ന, ഓണപരീക്ഷ നടത്താൻ കഴിയുന്ന ഉത്തരവാദിത്തമേ ഉള്ളൂ. 228 ഉത്തരക്കടലാസാണ് ആകെ വാല്യൂ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട്. അവിടെയാണ് ഈ തെറ്റുണ്ടായിരിക്കുന്നത്. എന്നിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ പറയുന്നത് എന്താണെന്നറിയാമോ? ക്രമക്കേടെന്നല്ല, സാങ്കേതിക പിഴവ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ആ സാങ്കേതിക പിഴവ് അന്വേഷിച്ച് വന്നപ്പോൾ ആകെയുള്ള 228 കടലാസുകളിൽ മൂല്യനിർണ്ണയം നടത്തേണ്ടിയിരുന്നത് അതിൽ 177 എണ്ണത്തിൽ 9ാം നമ്പർ ചോദ്യവും, അതായത് നമ്മൾ ഇന്നലെ വരെ കേട്ടത് എന്താ, ഈ 228 പരീക്ഷാ പേപ്പറിലും 10 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയിൽ 58 മാർക്കിന്റെ എന്നുള്ളതായിരുന്നു. പക്ഷെ അത് മാറുന്നു. അതിൽ 117 എണ്ണത്തിൽ 9ാം നമ്പർ ചോദ്യവും മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല. 177 എണ്ണത്തിൽ, ബാക്കിയുള്ളതിൽ 10 മുതൽ 18 വരെയും. അതായത് ക്രമക്കേട് നടന്നതിൽ പോലും തുല്യതയില്ല. പിന്നെ എങ്ങനെയാണ് അത് സാങ്കേതിക പ്രശ്നം വന്നത്? ആ ക്രമക്കേട് നടന്നതിൽ പോലും തുല്യതയില്ല. അപ്പൊ റാങ്ക് ലിസ്റ്റും ആ പരീക്ഷയും ഇൻവാലിഡായി പോകുന്നു എന്നതാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. ഇനി വേറെയുമുണ്ട്. ഈ നേരത്തെ സ്മൃതി മാഡം ചൂണ്ടിക്കാണിച്ചതുപോലെ PSC വഴി നിയമനം നടത്തുന്നതിൽ ഏറ്റവും വലിയ ശമ്പള സ്കെയിലുള്ള ഈ തസ്തികകളാണിത്. 1.25 ലക്ഷമാണ് അടിസ്ഥാന ശമ്പളം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ. ഇനി വേറെയുമുണ്ട്. 2019 ആസൂത്രണ ബോർഡ് ചീഫിന്റെ ഈ സക്കീറിന്റെ കാലത്തെ നിയമനം, അന്ന് എന്താ സംഭവിച്ചെന്നറിയാമോ? 12 മുതൽ 13% വരെ മാത്രമാണ് അഭിമുഖത്തിൽ മാർക്ക് കൊടുക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് കോടതി നിർദ്ദേശമുള്ളത്. അത് വന്ന വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആകെയുള്ളതിൽ ഈ അഭിമുഖത്തിൽ 40 മാർക്കുകൾ കൊടുക്കാമെങ്കിൽ 36 മാർക്ക് ഒരാൾക്ക് കൊടുക്കുകയാണ്. ആ 200 മാർക്കിന്റെ എഴുത്തു പരീക്ഷയിൽ പിന്നിൽ നിൽക്കുന്ന ആൾക്കാണ് 40ൽ 36 മാർക്കും കൊടുക്കുന്നത്. കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്ക്, എഴുത്തു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്ക് അഭിമുഖത്തിൽ ഏറ്റവും കുറവായ 11 മാർക്കാണ് കിട്ടുന്നത്. സ്വാഭാവികമായും വേണമെങ്കിൽ അതിനെ ന്യായീകരിക്കാം. പക്ഷെ അതിനൊരു ക്രമക്കേടുണ്ടായത് കോടതിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഈ അഭിമുഖത്തിൽ കൊടുക്കാവുന്ന മാർക്കിന് അവിടെ കോടതി ഒരു പൂട്ടിടുന്നത്. ഇതൊക്കെ നിലവിൽ നിൽക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇനി അവിടം കൊണ്ട് തീരുന്നില്ല. ഇത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട 2 പോസ്റ്റുകളുണ്ടല്ലോ. ഈ പ്ലാനിംഗ് കോർഡിനേഷൻ ചീഫ് ഉണ്ടല്ലോ, ആ പരീക്ഷയിലെ കോമഡി എന്താണെന്നറിയാമോ? അതിൽ ഏതാണ്ടൊരു പകുതിയോളം 50-52 ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണെന്നറിയാമോ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി മാത്രം ടിക്ക് ചെയ്തിടുന്ന ആളുകൾക്ക് കട്ട് ഓഫിന് മുകളിൽ വരാൻ കഴിയും. അവർക്ക് പിന്നെ അഭിമുഖത്തിൽ മാർക്ക് വാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നിയമനവും കിട്ടാൻ കഴിയും. ഇതൊക്കെ പറയാൻ കഴിയും. അത് നേരത്തെ സ്മൃതി മാഡം ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാനിടുന്ന ക്വസ്റ്റ്യൻ വരുമെന്ന് ഉറപ്പുള്ളൊരു സംവിധാനം അവിടെ ഉറപ്പുവരുത്തുകയും ഓപ്ഷൻ ബി മാത്രം ടിക്ക് ചെയ്താൽ പോലും അതായത് കറക്കി കുത്തുക എന്ന് പറയും നമ്മളല്ലേ, കറക്കി കുത്തി ഓപ്ഷൻ ബി മാത്രം ടിക്ക് ചെയ്താൽ പോലും കട്ട് ഓഫിന് മുകളിൽ വരും. പിന്നെ അഭിമുഖത്തിൽ ഇഷ്ടക്കാർക്ക് മാർക്ക് കൊടുത്താൽ മതി. ഈ നിലയ്ക്കുള്ള എന്താ പറയുക, കുത്തഴിഞ്ഞൊരു സംവിധാനമായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. ഇനി എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമാണ്, PSCയുടെ വിശ്വാസ്യത തകർക്കരുത്. നമുക്ക് ഒരു നിസാമിനെയും ശിവരഞ്ജിത്തിനെയും ഓർമ്മയുണ്ടാകും. പോലീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 1ാം റാങ്കും 2ാം റാങ്കും ഒക്കെ കിട്ടിയ മിടുക്കന്മാരാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ PSC ആക്ഷേപിക്കരുത് എന്ന രാഷ്ട്രീയ തിട്ടൂരങ്ങൾ വരുന്നു. പരീക്ഷയിട്ട് പിള്ളേർക്ക് വട്ടപൂജ്യമാണ് മാർക്ക് കിട്ടിയത്. ആ PSC നമ്മൾ പിന്നീട് അതിനുശേഷം കാലം എത്രയായി? അവിടെ ഒരു നവീകരണ സംവിധാനം കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? ഇല്ല. എന്നിട്ട് അതിനുശേഷം ഇതുവരെയും ഈ പറയുന്ന കുത്തഴിഞ്ഞ സംവിധാനത്തെ, വെള്ളാനയെ നമ്മൾ നമ്മുടെ വിയർപ്പും നമ്മുടെ നികുതിയും കൊടുത്ത് തീറ്റിപ്പോറ്റുകയാണ്. ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെ ജീവിതം ചവിട്ടി അരയ്ക്കാൻ പോകുന്ന തരത്തിലുള്ള വെള്ളാനകളെയാണ് നമ്മൾ പോറ്റിക്കൊണ്ടുവരുന്നത് എന്നതാണ് പ്രധാനം. താൽക്കാലിക നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും ഈ അവിടുത്തെ അറ്റൻഡന്റ്മാരുടെ നിയമനത്തിൽ അവിടെ ലിസ്റ്റ് നിലവിലുണ്ട്. ആ ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ താൽക്കാലിക നിയമനങ്ങൾ നടത്താൻ പാടില്ല എന്ന് നിർദ്ദേശമുണ്ട്, ഗവൺമെന്റ് ഓർഡറുണ്ട്. എന്നിട്ട് അത് പോരാഞ്ഞിട്ടാണ് അവിടെ നിയമനം നടത്തുന്നത്. ആ നിയമനം നടത്തുന്നവരിലാണ് നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ഈ ഇടതുപക്ഷ അനുകൂലികളുടെ ഡ്രൈവറുടെ ഭാര്യയുടെ സഹോദരൻ വരുന്നത്, രക്ഷാപ്രവർത്തകന്റെ അളിയൻ വരുന്നത്, പാർട്ടി പത്രത്തിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ലേ ഔട്ടിന്റെ കൂടി, ഈ കുപ്പിയും കോഴിക്കാലും എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ടല്ലോ സാധാരണ മാധ്യമ പ്രവർത്തകരെ, ലേ ഔട്ടിന്റെ ചുമതല നൽകി പണം കൊടുക്കുന്നത്, പോരാഞ്ഞിട്ട് ഡ്രൈവർ പോസ്റ്റിലേക്ക്
നിയമിച്ച് 10-22,000 രൂപ ശമ്പളം കൊടുക്കുന്നത്, സൊസൈറ്റിയിൽ ജോലി കൊടുത്തിട്ട് അറ്റൻഡന്റ് പട്ടികയിൽപ്പെടുത്തി ശമ്പളം കൊടുക്കുന്നത്, ഈ നിലയ്ക്കുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ആരുത്തരം പറയും എന്നതാണ് ചോദ്യം. ശരി, പോകട്ടെ. PSCയിലേക്ക് ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് PSCയിലേക്ക് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രതിഷേധമില്ലാത്തത്? ഇവിടുത്തെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ? അവിടേക്ക് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കേണ്ടേ? സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, അനീതിയായാൽ നീ തീയാവുക എന്നൊക്കെ. PSC ഒരു സ്വയംഭരണ സ്ഥാപനമാണ്, അവിടെ സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണല്ലോ വെപ്പ്. അപ്പോൾ ആ സ്വയംഭരണ സ്ഥാപനത്തിനെതിരെ, ഭരണഘടനാ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ വലിയ സമരം നടത്തണ്ടേ, ചോദ്യങ്ങൾ ഉണ്ടാവണ്ടേ എന്നുള്ളതാണ്. ഈ MR ബൈജു എന്ന് പറയുന്ന ഒരാൾക്ക്, ഈ ചെയർമാനെതിരെ ഇന്ന് അംഗങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് വലിയ അതൃപ്തി ഉണ്ടായി. ഈ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇത്രയും കാലം എവിടെയായിരുന്നു? ഈ 3ാം റാങ്ക് കിട്ടിയ ആൾ പരാതിയുമായി പോകുന്ന സമയത്ത് PSC വിവരാവകാശ പ്രകാരം മറുപടി പറയുന്നില്ല. 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണ്ടേ? ഈ പരീക്ഷ നടന്നപ്പോഴാണ് വിജ്ഞാപനം വന്നത് 2022-ലാണ്. പരീക്ഷ നടന്നത് 2023-ലാണ്. 3 വർഷം കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞിട്ട്. നിയമനം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇനി ഈ നിയമനം അസാധുവാക്കാൻ കഴിയുമോ എന്നുള്ളതിൽ എത്രത്തോളം വലിയ നിയമക്കുരുക്കുകൾ ഉണ്ടാകും? അർഹരായ നിരവധി ആളുകളെ കടത്തിവെട്ടി അവിടെ പോയി ഇരിക്കുന്നത് എന്നുള്ള കാര്യം വന്നാൽ നമ്മൾ അത് എങ്ങനെ തിരുത്തും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലല്ലേ? 1 വർഷം കഴിഞ്ഞു നിയമനം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് ആര് പരിഹാരം പറയും? ഈ 1 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇനി ജോലി കിട്ടില്ല എന്ന് വിചാരിച്ച് മറ്റ് ജോലികളിലേക്കോ മറ്റിടങ്ങളിലേക്കോ പോയ ആളുകൾക്ക് ഇനി ആ പരീക്ഷ നടത്തിയാൽ അതുപോലെ പെർഫോം ചെയ്യാൻ കഴിയുമോ? അപ്പോൾ അവർക്കുണ്ടായ അനീതിക്ക് ആരാണ് മറുപടി പറയുക? ഈ അനീതി ഉണ്ടാകുന്നത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്നല്ലേ? അപ്പോൾ അതിന് എന്ത് വിശ്വാസ്യതയാണ് ബാക്കിയുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ നിസാമിന്റെയും ശിവരഞ്ജിത്തിനെയും അടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷകൾ, 2019 ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് നടന്ന പരീക്ഷകൾ, വിവാദമായ കാര്യങ്ങളിലൊക്കെ കടുത്ത അട്ടിമറിയാണ്. അപ്പം കഴിഞ്ഞ 10 വർഷത്തെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കും എന്നുള്ളതാണ്. 10 വർഷത്തെയും പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ള നിയമനങ്ങൾ, ഈ മാർക്ക് ലിസ്റ്റുകൾ അടക്കം പുറത്തുവിടണമെന്നുള്ളതും നിയമനങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതുമാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആയതുകൊണ്ട് പക്ഷേ ഈ പറയുന്ന അനീതിയൊന്നും പരിഹരിക്കാൻ കഴിയില്ലായിരിക്കും. എത്ര ആളുകൾ അതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരും? എത്ര ആളുകൾക്ക് നമുക്ക് നീതി തേടിക്കൊടുക്കാൻ കഴിയും? ഈ 10 വർഷത്തോളം അധികാരത്തിലിരുന്ന ആളുകളെ പുറത്തേക്ക് ഇറക്കി വിടാൻ കഴിയുമോ? ഈ കുത്തഴിഞ്ഞ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമല്ല പരീക്ഷ നടത്തുക എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു പരിഹരിക്കാൻ കഴിയാത്ത കെടുകാര്യസ്ഥത അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസ്യത എന്ന് പറയുന്ന ഈ പുറപ്പുറത്ത് കയറി എന്നുള്ള പ്രസംഗമൊക്കെ മടക്കി വെച്ച് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അഴിമതിയുടെ PSC ആണോ എന്നുള്ളതാണ് ചോദ്യം. ഞാനങ്ങനെ കരുതുന്നില്ല എന്നുള്ളതാണ്. ക്രമക്കേടുകളെ പൂർണ്ണമായും ഒന്ന് ജനറലൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ക്രമക്കേടുകൾ പലതും ആഴത്തിലുള്ളതാണ്. പക്ഷേ അതിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ ബോധ്യമാകേണ്ട കാര്യമാണ്. നമ്മുടെ PSC ഒരു വെള്ളാനയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ PSC നടത്തുന്ന നിയമനങ്ങളുടെ വലിപ്പവും ബാഹുല്യവും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമനങ്ങളുടെ സ്വഭാവവും അതിൻ്റെ സാങ്കേതിക രീതിയുമെല്ലാം അടുത്തറിയുമ്പോൾ അതിലിപ്പോഴും ഒരു ഫുൾ പ്രൂഫായ സംവിധാനമുണ്ട്. പക്ഷേ ആ ഫുൾ പ്രൂഫായ സംവിധാനത്തിലും പഴുതുകൾ കണ്ടെത്തി വലിയ രീതിയിലുള്ള സ്വജനപക്ഷപാതം ചിലയിടങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. രണ്ടാമത്തത്, നേരത്തെ ഞാൻ വ്യാപത്തെക്കുറിച്ച് തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. വ്യാപം മധ്യപ്രദേശിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ വലിയ ഏകദേശം 20-22 വർഷം നടത്തിയ വലിയ അഴിമതിയുടെ കഥയാണ് മധ്യപ്രദേശിൽ നമ്മൾ കണ്ടത്. വ്യാപം പോലെ അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കറപ്ഷനായിരുന്നു എല്ലാ പരീക്ഷകളിലും. അത് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ എൻട്രൻസ് പരീക്ഷ മുതൽ സാധാരണ അവിടുത്തെ PSC നടത്തിയിരുന്ന സർക്കാർ പരീക്ഷകളിലടക്കം നടത്തിയിരുന്ന വലിയ രീതിയിലുള്ള അഴിമതിയായിരുന്നു. സമാനമായ അഴിമതിയൊന്നും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് ആശ്വാസകരമാണ്. കാരണം കേരളത്തിൻ്റെ PSC സംവിധാനത്തെ നമ്മൾ അങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. PSCയിൽ പണിയെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ അറിയാം. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കമ്മിറ്റഡായ ബ്യൂറോക്രാറ്റുകൾ പണിയെടുക്കുന്ന മേഖല കേരളത്തിൻ്റെ PSC ഓഫീസാണ്. നിങ്ങൾ രാവിലെ 7 മണിക്ക് അവിടെ അഭിമുഖത്തിന് പോകും. ഞാൻ PSC അഭിമുഖത്തിന് പോയ ആളാണ്. PSC റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുകയും PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഒരാളാണ്. അവിടെ നിങ്ങൾ പോകൂ. അവിടെ നിങ്ങളെ സ്വീകരിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും രാവിലെ മുതൽ. ഏതെങ്കിലും തരത്തിൽ ആ ഉദ്യോഗസ്ഥന്മാർ കറപ്റ്റഡ് ആണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ആ PSC സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ചിലരിൽ എനിക്ക് സംശയമുണ്ട്. ഞാനതാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനെ പൂർണ്ണമായും കേരളത്തിലെ PSC ഒരു വെള്ളാനയായി മാറിക്കഴിഞ്ഞെന്നോ കേരളത്തിലെ PSC മധ്യപ്രദേശിൽ വ്യാപം അഴിമതി പോലെ മറ്റേതെങ്കിലും PSCകളെ പോലെയാണെന്നോ അഭിപ്രായം എനിക്കില്ല. അതിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ നേരത്തെ ഇവിടെ പിയാസുള്ളതിൻ്റെ കണക്ക് പറഞ്ഞു. 36,000-ലധികം നിയമനങ്ങളും അഡ്വൈസുകളും ഒരു വർഷം കൊടുക്കുന്ന കേരള PSCയും തൊട്ട് രണ്ടാമത് നിൽക്കുന്ന PSC ഏതാണെന്നറിയുമ്പോൾ ബംഗാൾ PSCയാണ്. എനിക്കൊന്നും 4,000-ഓ 5,000-ഓ ആണ് ഒരു വർഷം പരമാവധി ഒരുപക്ഷെ അവിടുത്തെ PSC അപ്പോയിൻമെൻറ്റ് നടത്തുക. കൂടിപ്പോയാൽ 10,000.
അതിനേക്കാൾ 3 മടങ്ങാണ് കേരളത്തിൽ. മൊത്തം ഇന്ത്യ രാജ്യത്തെ PSC നടത്തുന്ന നിയമനങ്ങളിൽ 60% നടത്തുന്ന PSC, ആ PSC കുറ്റമറ്റ രീതിയിൽ തന്നെ ഓരോ രാത്രിയും പകലുമൊക്കെ ഉറക്കമുളച്ചിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ പരീക്ഷാ സെൻറ്ററിലെത്തി പരീക്ഷാ ഫലം വരുന്നതുവരെ കാത്തിരിക്കുന്ന ആ കാലയളവിനുള്ളിൽ വളരെ സ്തുത്യർഹമായി തന്നെ പലരും അതിൽ പണിയെടുക്കുന്നുണ്ട്. എന്നാൽ വളരെ ഗുരുതരമായ ചില ക്രമക്കേടുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് നേരിട്ട് ബോധ്യമായ ചില കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ബോധ്യപ്പെടുത്താം. നോക്കൂ, 3 പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങളാണ് ഇപ്പോൾ വിവാദത്തിൽ നിൽക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്ലാനിംഗ് ബോർഡിൻ്റെ ചീഫുമായി ബന്ധപ്പെട്ട് നടന്ന പരീക്ഷയാണ്. യഥാർത്ഥത്തിൽ ആ പരീക്ഷയിൽ സംഭവിച്ചത് അഴിമതിയാണോ? അതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അത് സാങ്കേതിക പിഴവാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. എങ്ങനെയാണ് അവിടെ ആ പിഴവ് സംഭവിച്ചത്? ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ആ പരീക്ഷാ മൂല്യനിർണ്ണയം നടത്തുന്നത് മാനുവലായിട്ടല്ല. പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തുന്നത് ഓൺ സ്ക്രീൻ മാർക്കിംഗ് ആയിട്ടാണ്. അതായത് മാനുവലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ആൻസർ ഷീറ്റ് കൊണ്ടുപോയിട്ടല്ല, ഓൺ സ്ക്രീൻ റീഡിംഗ് ആയിട്ടാണ് അത് നടത്തുന്നത്, ഓൺ സ്ക്രീൻ മാർക്കിംഗ് ആയിട്ടാണ് നടത്തുന്നത്. ആ ഓൺ സ്ക്രീൻ മാർക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഒരു 2 ലെയറിലുള്ള സംവിധാനമുണ്ട്. ഉദാഹരണത്തിന് ഈ 228 പേരുടെയും ഉത്തരക്കടലാസുകൾ അവിടെയുള്ള അണ്ടർ സെക്രട്ടറി, അവിടെയുള്ള അഡീഷണൽ സെക്രട്ടറി അത് നേരെ ക്യാമ്പ് ഓഫീസർക്ക് മാർക്ക് ചെയ്ത് ഏതൊക്കെ ചോദ്യങ്ങൾ, ഏതൊക്കെ ഉത്തരങ്ങൾ, ആ ഉത്തരങ്ങൾ എത്ര വരിയിൽ അത് എഴുതിയിരിക്കുന്ന ഉത്തരങ്ങൾ, ഇതിൻ്റെ എല്ലാം കൃത്യമായ രൂപം ഈ ക്യാമ്പ് ഓഫീസർക്ക് കൈമാറും. ക്യാമ്പ് ഓഫീസറാണ് ഇത് ആർക്ക് കൈമാറുന്നത്? ക്യാമ്പ് ഓഫീസറാണ് ഇത് വാല്യൂ ചെയ്യുന്ന ഇൻവിജിലേറ്റർക്ക് കൈമാറുന്നത്, അല്ലെങ്കിൽ ഈ എക്സാമിനർക്ക് കൈമാറുന്നത്. നോക്കൂ, 2 തട്ടിലാണ്. അവിടെ ഈ എല്ലാ ഐഡൻറ്റിറ്റിയും ഡിസ്ക്ലോസ്ഡ് ആണ് കേട്ടോ. ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗാർത്ഥിയുടെ വിവരങ്ങൾ ആദ്യത്തെ കക്ഷിക്ക് അറിയില്ല, അതായത് അഡീഷണൽ സെക്രട്ടറിക്ക് അറിയില്ല. അഡീഷണൽ സെക്രട്ടറി ഇത് വീണ്ടും ഇത് മറച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ക്യാമ്പ് ഓഫീസർക്ക് അയക്കുന്നത്. ക്യാമ്പ് ഓഫീസർ ഇത് നേരെ പരീക്ഷ വാല്യൂ ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ അയക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചു പോയത്? ഇവിടെ സ്പെസിഫിക്കായി സംഭവിച്ചു പോയത് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഒന്നുകിൽ അഡീഷണൽ സെക്രട്ടറിക്ക് അതല്ലെങ്കിൽ ക്യാമ്പ് ഓഫീസർക്ക് ഈ 18 മുതൽ ഈ എല്ലാ ചോദ്യങ്ങളുടെയും ഓരോന്നും ടിക്ക് ചെയ്ത് എത്ര മുതൽ എത്ര വരെയുള്ള ആൻസറുകളാണ് വാല്യൂ ചെയ്യേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിൽ 177 എണ്ണത്തിൽ 18 എണ്ണവും എനിക്ക് തോന്നുന്നു 19ാമത്തെ ചോദ്യം അടക്കം വിട്ടിട്ടും ബാക്കിയുള്ളതിൽ 18 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങൾ വിട്ടിട്ടുമാണ് അയച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ മാർക്ക് നോക്കൂ, 55 മാർക്കാണ്. അതിലെ ഏറ്റവും സിംഹഭാഗം മാർക്കും വന്നിരിക്കുന്നത് ഈ വാല്യുവേഷനിലാണ് എന്നുള്ളതാണ്. 55 മാർക്കിൻ്റെ വാല്യുവേഷൻ നടന്നിട്ടില്ല. അപ്പോൾ അതിൽ ഈ 228 പേർക്കും 53 മാർക്ക് ഏകദേശം ഒരേപോലെ പോകുന്നു. ബാക്കി 177 പേര് കഴിഞ്ഞ് ബാക്കി വരുന്നവരുടെ കാര്യത്തിൽ ഏകദേശം 111 ആളുകളുടെ കാര്യത്തിൽ ബാക്കിയും സംഭവിക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പേപ്പർ നോക്കണ്ട എന്ന് മനഃപൂർവ്വം മാറ്റിവെച്ചു എന്ന് പറയാൻ കഴിയില്ല. ഒന്നുകിൽ ഇത് അഡീഷണൽ സെക്രട്ടറിക്ക് സംഭവിച്ചിരിക്കണം, അതല്ലെങ്കിൽ ക്യാമ്പ് ഓഫീസർക്ക് സംഭവിച്ചിരിക്കണം. അതാണ് ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു അഴിമതി നടന്ന ഒരാളെ കൊണ്ടുവരാനാണ് അങ്ങനൊരു ശ്രമം നടത്തിയതെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ വീഴ്ച മറച്ചുവെച്ചത് എന്തിനാണ് എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ വീഴ്ച മറച്ചുവെച്ചത് ആരാണ്? വീഴ്ച മറച്ചുവെച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് PSC ചെയർമാൻ തന്നെയാണ് എന്നതാണ്. MR ബൈജു തന്നെയാണ്. MR ബൈജുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതിൻ്റെ വിവരാവകാശ രേഖ വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഉത്തരക്കടലാസുകൾ ആവശ്യപ്പെട്ടിട്ടും അത് കൊടുക്കാതെ പോയത്. നോക്കൂ, 15 ദിവസത്തിനകം അവരുടെ മാർക്ക് ലിസ്റ്റ് ആവശ്യപ്പെട്ടു, അവരുടെ ഉത്തരക്കടലാസിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടു, അത് കൊടുത്തില്ല. അന്നത് കൊടുത്തിരുന്നെങ്കിൽ ഈ ആരോപണം ഉണ്ടാവില്ല. സാങ്കേതികമായ പിഴവാണെന്ന് പറഞ്ഞാൽ അന്ന് തലയൂരമായിരുന്നു. പക്ഷെ 1 വർഷം കഴിഞ്ഞ് വിവരാവകാശ കമ്മീഷന് ഒടുവിൽ മറുപടി പറയേണ്ടി വന്നു PSCക്ക് അത് തിരുത്താൻ. ആ രണ്ടും വന്നത് ഒരേ ദിവസമാണെന്നുള്ളതാണ് അതിലെ യാദൃച്ഛികത എന്ന് പറയുന്നത്. നിയമനവും നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആ നിയമനത്തിൻ്റെ അവസ്ഥ എന്താവും? ഈ 55 മാർക്ക് വരുമ്പോൾ സ്വാഭാവികമായും റാങ്ക് ലിസ്റ്റ് മാറില്ലേ? CAT-യുടെ അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അവിടെ ഇനിയിപ്പോൾ നിയമനം നടത്താൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിയമനം നടത്തിയിരുന്നയാൾ പുറത്താവും സ്വാഭാവികമായും. ഇത് PSCക്ക് സംഭവിച്ചിരിക്കുന്ന ഗുരുതരമായ പിഴവാണ്. പിഴവ് സംഭവിച്ചിരിക്കുന്നത് സാങ്കേതികമായിട്ടാണെങ്കിലും ആ പിഴവ് മറച്ചുവെക്കാൻ MR ബൈജു കാണിച്ചിരിക്കുന്ന ധൃതിയിലാണ് എനിക്ക് സംശയമുള്ളത്. അവിടെയാണ് 2ാമത്തെയും 3ാമത്തെയും പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകളുണ്ട് നമ്മൾ അധികം ചർച്ച ചെയ്യാത്തത്. ഒന്ന്, ഒരു ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായി ബന്ധപ്പെട്ട നിയമനം. മറ്റൊന്ന്, ഒരു അസിസ്റ്റന്റ് DYSPയുമായി ബന്ധപ്പെട്ട ഒരു നിയമനം. ഈ 2 നിയമനങ്ങളിലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിനുള്ളിൽ നിന്ന് തന്നെ വിവരം വരുന്നുണ്ട്. ഇത് PSC ചെയർമാൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ PSC അംഗങ്ങളെപ്പോലും അറിയിക്കാതെ ചർച്ച ചെയ്യാതെ നടത്തിയ നിയമനമാണ് എന്നുള്ള വിവരമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു സ്വജനപക്ഷപാതത്തിൻ്റെ വിഷയമാണ്.
അങ്ങനെ വന്നാൽ അത് വലിയ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമായി തീരും. ഇതുകൂടി ഇപ്പോൾ ഈ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. രണ്ടാമത് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ, MR ബൈജുവിൻ്റെ തിടുക്കം. രണ്ടാമത്തെ തിടുക്കം എന്താ? ഇത് പുറത്തു വന്നു, നമ്മളടക്കം റിപ്പോർട്ട് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ അന്വേഷണം ഏൽപ്പിക്കേണ്ടത് ആരെയാ? അന്വേഷണം ഏൽപ്പിക്കേണ്ടത് PSCക്ക് തന്നെയുള്ളൊരു DYSP റാങ്കിൽ തന്നെയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇത് അന്വേഷിക്കേണ്ടത്. PSCക്ക് തന്നെ ഒരു പോലീസിംഗ് സംവിധാനമുണ്ട്. ഞാനതാ പറഞ്ഞത്, PSCയുടെ ഒരു ഫുൾ പ്രൂഫ് സംവിധാനമാണ്. അവിടെയുള്ള ലെയർ സംവിധാനത്തെ ഒന്നും നിങ്ങൾക്ക് മറികടന്നൊന്നും പോകാനൊന്നും കഴിയില്ല. അവിടെ അനോണിമസായി ആ ഐഡന്റിറ്റി കൃത്യമായി മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടക്കുന്നത്. മാർക്ക് കൂടുതലും കുറവും വരുന്നത് അഭിമുഖം നടക്കുന്ന വേളയിലുമാണ്. അതെന്തുകൊണ്ടാണ് ഈ സ്വജനപക്ഷപാതത്തിലേക്ക് പോയത് രണ്ടാം ഘട്ടത്തിൽ പറയാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞതിനു ശേഷവും MR ബൈജുവിൻ്റെ നേതൃത്വത്തിൽ ഒരു നീക്കം നടക്കുകയാണ്. കാര്യം സാങ്കേതികമായ ഒരു കാര്യമുണ്ട്. വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്നത് പരീക്ഷാ കൺട്രോളറാണ് എന്ന് പറഞ്ഞതിൽ മാത്രം കയറി പിടിച്ചുകൊണ്ട് പരീക്ഷാ കൺട്രോളറെ ചുമതല ഏൽപ്പിച്ചു. യഥാർത്ഥത്തിൽ പരീക്ഷാ കൺട്രോളറാണോ ഇത് അന്വേഷിക്കേണ്ടത്? ഇത് അന്വേഷിക്കേണ്ടത് ആഭ്യന്തര വിജിലൻസ് ആണ്. ആഭ്യന്തര വിജിലൻസിൽ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കേണ്ടത്. ഇതാണ് നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയത്തിൽ സംഭവിച്ചത്. പക്ഷേ എനിക്ക് പറയേണ്ടത് അതിനേക്കാൾ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഇത് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒന്നാണ്. ഉദാഹരണത്തിന് 2019 ശേഷം നമ്മൾ നിരന്തരം PSCയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ കേൾക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ നോക്കൂ, MK സക്കീർ PSCയുടെ ചെയർമാനായതിനു ശേഷമാണ് പല വിവാദങ്ങളും ഉണ്ടാവുന്നത് എന്ന് കാണാൻ സാധിക്കും. ഞാൻ ആ കാലഘട്ടത്തിൽ PM സക്കീർ എടുത്ത പല തീരുമാനങ്ങളും ശരിയായിരുന്നില്ല എന്ന അഭിപ്രായക്കാരനാണ്. അതൊരു ഉദാഹരണത്തിന്, അന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മോടി പിടിപ്പിക്കാൻ വേണ്ടി AC കൊണ്ടുപോയത്, ഡൈനിങ് ടേബിൾ കൊണ്ടുപോയത് അടക്കം അദ്ദേഹം കാണിച്ചു കൂട്ടിയതൊക്കെയും അന്നൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഈ വലിയ അധികാരപ്രമത്തത ബാധിച്ച ഒരാൾ കാണിച്ചു കൂട്ടുന്നത് പോലെയാണ് ഈ PM സക്കീർ കാണിച്ചത്. KSന്റെ ആദ്യത്തെ ഇന്റർവ്യൂ പരീക്ഷയിലും PM സക്കീർ ഇടപെട്ടിട്ടുണ്ടോ എന്ന വലിയ ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞത്, ആ സ്ഥലത്തേക്ക് പോകുന്ന ഒരു PSC ചെയർമാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ജാഗ്രത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 2016 മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ 2020 ശേഷം ശിവരഞ്ജിത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താ? അത് PSC പരീക്ഷയുടെ ഹാളിൽ സംഭവിച്ചതാണ്. PSC പരീക്ഷാ ഹാളിൽ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടുപേരും ശ്രമിച്ചത്. ഉത്തരക്കടലാസ് SMS വഴി അയച്ചു കൊടുക്കുന്ന സംവിധാനമായിരുന്നു അത്. നേരിട്ട് പിന്നീട് കണ്ടുപിടിക്കുകയും ആ മുഴുവൻ റാങ്ക് ലിസ്റ്റും ക്യാൻസൽ ചെയ്യുകയും അവരെ ജീവിതാവസാനം വരെ PSC പരീക്ഷയ്ക്ക് നിന്ന് ഡീബാർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം നടത്തിയ നിയമനങ്ങൾ, പ്രത്യേകിച്ച് ഈ MK സക്കീറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നിയമനങ്ങളിൽ പലതിലും സംശയത്തിന് മുഴ, സ്വജനപക്ഷപാതത്തിൻ്റെ സംശയത്തിന് മുന്നിൽ നീളുന്നുണ്ട് എന്നുള്ളത് PSCയുടെ ഉള്ളിൽ തന്നെയുള്ള അടക്കം പറച്ചിലാണ്. പലപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന സാധ്യതകൾ, പാർട്ടിയുടെ പദവികൾ നമ്മൾ നോക്കിയാൽ പിന്നീട് വഖഫ് ബോർഡിൻ്റെ ചെയർമാനാവുന്നു, പിന്നീട് അദ്ദേഹത്തെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പം അത്രയുമൊക്കെ യോഗ്യതയുള്ള ഒരാളാണോ MK സക്കീറിൻ്റെ കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സക്കീറിൻ്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള ചില പ്രധാനപ്പെട്ട ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ ഈ പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ അപ്പോയിൻമെൻ്റാണ് PM സക്കീർ, അക്കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. MR ബൈജുവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ PSC എന്നൊരു സംവിധാനത്തെ മുഴുവൻ അഴിമതിയുടെ നിഴലിൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇനി ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഈ സ്വജനപക്ഷപാതം സംഭവിക്കുന്നത്? ഇതുവരെയും അങ്ങനെ സംഭവിക്കാത്തതിൻ്റെ കാരണം എന്താ? ഏറിയ പങ്കും അതിൽ അഭിമുഖം നടത്തുന്നവരുടെയൊക്കെ വ്യക്തി താല്പര്യങ്ങൾ പ്രതിഫലിക്കും. അതൊക്കെ ചെറിയ രീതിയിലാണ് പ്രതിഫലിക്കുക. പക്ഷേ വളരെ വ്യക്തമായ രീതിയിൽ സ്വജനപക്ഷപാതം സംഭവിക്കണമെങ്കിൽ ആ ബോർഡ് ഏകപക്ഷീയമാവണം. ഇവിടെ 2 ഭരണത്തിന് ശേഷം സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ PSCയുടെ ബോർഡ് അംഗങ്ങളിൽ 21 പേരിൽ 16 പേരും ഒരൊറ്റ കക്ഷിയുടെ ഒരു പക്ഷത്തിൻ്റെ മാത്രം ആളുകളായി. അതിൽ തന്നെ KJOയുടെ ഭാരവാഹിയായിട്ടുള്ള ആൾ PSCയുടെ ചെയർമാനായിട്ട് വരിക. അപ്പോൾ സ്വാഭാവികമായും അയാൾ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത അതോറിറ്റി ആയിട്ട് മാറി. ഒരു അൺകോസ്റ്റനബിൾ ഏതാണ്? അല്ല, ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിനകത്ത് പ്രശ്നം, അതിനകത്തൊരു എക്സാം പാനൽ വേണമെന്നാണ് അവർ പറയുന്നത്. അതാണ് റൂൾ ഓഫ് പ്രൊസീജിയർ പറയുന്നത്. അതായത് ഇന്റർവ്യൂവിൽ വരുന്നത് സ്വാഭാവികമായി അങ്ങനെയാണ്. കാര്യം KJO ആണ് കൂടുതലും സർവീസ് സംഘടനയിൽപ്പെട്ടവർ, അവർ അവരുടെ ആൾക്കാരെ തിരഞ്ഞെടുക്കും സ്വാഭാവികമായും. പക്ഷേ PSCയിൽ അവിടെ ഉണ്ടായിരുന്ന ചെക്സ് ആൻഡ് ബാലൻസ് ഉണ്ടായിരുന്നു. കാര്യം കോൺഗ്രസിൽ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളും മറ്റംഗങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ പാർട്ടിപരമായ ഒരു സ്വജനപക്ഷപാതം അവിടെ കാണില്ല. ഇപ്പോൾ 21 പേരിൽ 16 പേരും ഒരേ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നവരാണ്. സ്വാഭാവികമായും അതിന്റെ തലപ്പത്തിരിക്കുന്നയാളുടെ താല്പര്യം അവിടെ പ്രതിഫലിക്കും. അവിടെയാണ് അങ്ങനെ പ്രതികരിക്കുന്നില്ല. കാര്യം വെച്ചാൽ ചെയർമാൻ അവിടെ അതോറിറ്റി ഉണ്ട്, ചെയർമാന് ചില അവകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ചെയർമാൻ നേരിട്ട് നടത്തുന്ന ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്, ഒരു DYSP നിയമനം, അതേപോലെ ലോ കോളേജിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം, എനിക്ക് നേരിട്ട് അറിയാവുന്നതാ. ഈ നിയമനങ്ങളെ കുറിച്ച് അവിടെ വലിയ പരാതിയുണ്ട്. നേരിട്ട് ഈ MR ബൈജുവിന്റെ ഓഫീസിൽ വെച്ച് നടത്തിയ നിയമനമാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ഇതൊക്കെയും അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ പേരിൽ ഈ PSC എന്ന് പറയുന്ന സ്ഥാപനത്തെ മുഴുവൻ എല്ലാം തകർന്നു പോയെന്നോ വ്യാപം പോലെയോ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. PGയുമായി
ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ NTA-ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയാണ് എങ്കിൽ ഇത് മുഴുവനും തകർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ അല്ലല്ല, രണ്ടാണ്. NTA-യുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെയല്ല ഇവിടെ സംഭവിച്ചത്. NTA-യുടെ കാര്യത്തിൽ അടിമുടി പിശകാണ് സംഭവിച്ചത്. ആ ഏജൻസിക്ക് കൊടുത്തത് മുതലുള്ള പിശകാണ് സംഭവിച്ചത്. ഇവിടെ പേപ്പർ നോക്കാതെ മാർക്കിട്ടതിനേക്കാൾ വലിയ എന്ത് 36,000-ഓളം അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്ന 4.5 ലക്ഷത്തോളം വിവിധ റാങ്ക് ഏജൻസികൾ കേൾക്കൂ, ഞാൻ പറഞ്ഞു തീരട്ടെ. ഇത്രയും അധികം പരീക്ഷകൾ നടത്തുന്ന ഏജൻസിയിൽ നമ്മൾ ഇപ്പോൾ പറയുന്ന 228 പേപ്പറിൽ 10 ചോദ്യ പേപ്പറുകൾ വിട്ടുപോയത് ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമായ അഴിമതിയാണെന്ന് പറയാൻ എന്താ തെളിവ്? ഇല്ല. പക്ഷെ ഒരു തെളിവുമില്ല. അതിൽ സാധാരണക്കാരൻ മനസ്സിലാകാത്ത 2 കാര്യമുണ്ട്. ഒന്ന്, 1ാം റാങ്ക് കിട്ടുന്ന അരുൺ പ്രതാപാണ് എന്നുള്ളതാണ്. ഇടത് സംഘടനാ പ്രവർത്തകനാണ്. റാങ്ക് പട്ടിക വന്ന് 3 ആഴ്ചക്കുള്ളിൽ നിയമനം വരുന്നുണ്ട്. അത്ര വലിയ തിടുക്കം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം വളരെ നിഷ്കളങ്കമായി കാണാൻ എന്തൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ റാങ്ക് ലിസ്റ്റ് അടക്കം ക്യാൻസൽ ആവുന്ന അവസ്ഥയുണ്ടാവുന്നു. ഈ 220 വന്നതുകൊണ്ട് അതെ റാങ്ക് ആവുന്നു. അവിടെ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നുള്ളതാണല്ലോ എന്റെയും ചോദ്യം. അവിടെയാണ് ഈ പറയുന്നത് മറച്ചുവെച്ചു. എന്തുകൊണ്ട് മറച്ചുവെച്ചു? ആ മറച്ചുവെച്ചത് മാത്രമല്ല, മറച്ചുവെച്ചതിന് ശേഷം PSC പരീക്ഷാ കൺട്രോളറെ എന്തിനത് ഏൽപ്പിച്ചു എന്ന 2 ചോദ്യവും ഞാൻ ചോദിച്ചു. മാത്രമല്ല MR ബൈജുവിന്റെയും നേരത്തെയുള്ള PM സക്കീറിന്റെയും ഇടപെടലുകളിൽ എനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനർത്ഥം അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളിലും എനിക്ക് സംശയമുണ്ടെന്നോ ഈ പറയുന്ന PSC സംവിധാനമാകെ തകർന്നു പോയതോ അല്ല. അങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇന്ന് ന്യായപൂർവ്വം റാങ്ക് ലിസ്റ്റിൽ 1, 2, 3 സ്ഥാനം കിട്ടിയവരൊക്കെ നമുക്ക് സംശയിക്കാം. അത് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ സംശയിക്കാൻ പറ്റില്ല. വർഷങ്ങളോളം പഠിച്ച് ന്യായമായിട്ടും പരീക്ഷ റാങ്ക് ലിസ്റ്റ് ഉത്തരവാദിത്വം കാണിക്കാത്തവർക്കെതിരെ നടപടി വേണം. പക്ഷെ നിർഭാഗ്യവശാൽ 317 അനുസരിച്ച് ഇവർക്കെതിരെ നടപടി എടുക്കുക ബുദ്ധിമുട്ടാണ്. ഹെർക്കൂലിയൻ ടാസ്ക് ആണ് അത്. അങ്ങനെ പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി ഇവരെയൊക്കെ റിമൂവ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അത്രയൊന്നും പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. രീതിയിൽ ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന PSCയുടെ വിജിലൻസ് സംവിധാനം അത് പരിശോധിക്കുകയാണ് വേണ്ടത് എന്നതാണ് എൻ്റെ പക്ഷം. അത് അപ്പുറത്ത് ആരുടെ തലയാണ് ഉരുണ്ടതാണെങ്കിൽ പോലും PSCയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്കൊന്നും വിശ്വാസത്തോടു കൂടി നിൽക്കാൻ കഴിയില്ല. നമ്മുടെ സർക്കാർ സംവിധാനം മികച്ചതായി നിൽക്കുന്നതിൻ്റെ കാരണവും ഈ PSC നടത്തുന്ന പരീക്ഷ, ആ പരീക്ഷയിൽ വിശ്വാസ്യത ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതായത് 30,000 പേർക്ക് ജോലി നൽകുന്നു എന്നൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്ന ക്രമക്കേടുകളിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രിവിലേജ് ഇല്ല എന്നതാണ് എൻ്റെ പക്ഷം. കാരണം ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നിടത്ത് അഴിമതികൾ ഉണ്ട് എങ്കിൽ, അവിടെ കെടുകാര്യസ്ഥതയുണ്ട് എങ്കിൽ, അതിൽ അനധികൃത നിയമനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അനധികൃത നിയമനങ്ങൾ ഉണ്ടാകുന്നു, ഏറ്റവും കൂടുതൽ കള്ളക്കളി ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ടാകുന്നു എന്നത് കൂടിയാണ് അതിൻ്റെ അർത്ഥം. അല്ല, അത് ആ പരീക്ഷാ സംവിധാനത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. കാര്യം ഈ ഇത്രയും അധികം അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്ന സമയത്ത് ഇപ്പോൾ 4.5 ലക്ഷം പേരാണ് ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ അപ്ലൈ ചെയ്യുന്നവരിൽ നിന്ന് ആ പരീക്ഷയുടെ അത്രയും സങ്കീർണമായ പ്രോസസ്സ് കഴിഞ്ഞ് ആ പരീക്ഷ, അതും ആലോചിക്കണം, 30,000-ഓളം വിവിധ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പരീക്ഷ നടത്തുന്ന ഒരു ഏജൻസി മുഴുവൻ അഴിമതിയാണെന്ന് പറയാൻ എന്റെ കയ്യിൽ തെളിവ്. 30,000 പേരുടെ പരീക്ഷ നടത്തുന്നു, 228 പേരുടെ പരീക്ഷ മര്യാദയ്ക്ക് നടത്താൻ കഴിയുന്നില്ല. അവിടെയാണ് അങ്ങനെയാണ് 228 പേരുടെ പരീക്ഷ മര്യാദയ്ക്ക് നടത്താത്ത ഒരു സ്ഥാപനമാണ് 30,000 പേരുടെ പരീക്ഷ മര്യാദയ്ക്ക് നടത്തിയതല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഉൾപ്പുളകമുണ്ട്. അല്ലല്ല, അതൊക്കെ ഓവർ എക്സാജറേഷൻ ആണ്. അതൊക്കെ മാധുവിന്റെ വൈകാരികമായ പ്രതികരണമാണ്. 228 പേരിൽ എന്താ ധാരാളം പേര് കാണുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം വായിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. അല്ല, ഈ പരീക്ഷാ സംവിധാനത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള പേപ്പർ എങ്ങനെയാണ് വാല്യൂ ചെയ്യാതെ പോയത്? 10 എണ്ണം. ഞാൻ പറഞ്ഞത് അല്ലാത്ത എതിർപ്പുണ്ടോ? ഇത് ഇങ്ങനെയാണ് പ്രൊസീജിയർ നടക്കുന്നത്. ഇവിടെ എവിടെയാണ് ആ രീതിയിൽ അട്ടിമറി നടക്കുന്നത് മാധു പറഞ്ഞത്? അതാണ് പറഞ്ഞത്. സാങ്കേതികമായ പിഴവുകൾ പരിശോധിക്കണം. PSC ചെയർമാന്റെ ഡ്രൈവറുടെ ബന്ധുവിന് ജോലി കിട്ടുന്ന സാങ്കേതിക അല്ലല്ല, അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? അവിടെ സംഭവിച്ചിരിക്കുന്നത് അത് മൂന്നാമത്തെ കാര്യം, അതും പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ എങ്ങനെയാണ് അതേ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത്? ഇത് ഏതെങ്കിലും ഒരിടത്ത് മാത്രമല്ല, ഇതിവിടെ നടന്നിരിക്കുന്നത് PSCയിലാണ്. അന്വേഷിക്കപ്പെടേണ്ട വിഷയമാണ്. കാര്യം 9 വർഷം മുമ്പാണ് ഇവിടെ കരാർ സംവിധാനം. കാര്യം ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്തികയില്ല. റാങ്ക് ലിസ്റ്റ് തസ്തിക വരുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുകയാണ്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ
MR ബൈജുവിൻ്റെ അടക്കമുള്ള മുഴുവൻ സ്വജനപക്ഷപാതത്തിൻ്റെയും വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്, അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞതില്ല കാരണം. ഈ പുറത്തു വന്ന വാർത്തകൾ മുഴുവനും ഇത്തരത്തിൽ അനധികൃതമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തിയെന്നും ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതിൻ്റെയുമായ വാർത്തകളാണ്. എന്നിട്ട് ഇവരൊക്കെ ഭരിക്കാനിരിക്കുന്ന സ്ഥാപനത്തിന് പൂർണ്ണ വിശ്വാസ്യത. ഞാൻ പറഞ്ഞല്ലോ 16 പേരല്ല PSC എന്ന് പറയുന്നത്, അവിടെ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, അവരെ അവിശ്വസിക്കാതിരിക്കും. അത് നമ്മുടെ മുൻപിൽ വരുന്ന 20 വിഷയങ്ങളെ വെച്ചുകൊണ്ട് 30,000 മുമ്പിൽ ഇപ്പൊ എണ്ണി നോക്കൂ. നമ്മുടെ മുമ്പിലുള്ളത് എണ്ണി നോക്കൂ. ഒരു പ്ലാനിംഗ് ഓഫീസറുടെ ചീഫ് തസ്തിക, ആളുകൾ ഉന്നയിച്ചപ്പോൾ ആഭ്യന്തര അന്വേഷണം PSCക്ക് നടത്താമായിരുന്നല്ലോ. PSC ചെയർമാൻ അടക്കം ചെയ്തില്ല. PSC ചെയർമാൻ ഈ MR ബൈജുവിന്റെയും നേരത്തെ ഉണ്ടായിരുന്ന PM സക്കീറിന്റെയും ഇടപെടലുകളിൽ ആഭ്യന്തര അന്വേഷണം അതല്ലാതെ PSC മുഴുവൻ തകർന്നു എന്ന മട്ടിൽ PSC മൊത്തം തകർന്നു എന്ന മട്ടിൽ ചർച്ച നടത്തുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. കാര്യം അങ്ങനെ PSCയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നു എന്ന അഭിപ്രായം എനിക്കില്ല. ശുദ്ധീകരിക്കണം എന്നുള്ളത് വേറെ. പക്ഷേ അങ്ങനെയല്ല, PSC ഏതാണ്ട് വെള്ളാനയാണെന്നൊക്കെ പറഞ്ഞാലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മധ്യപ്രദേശിലെ അങ്ങനെയാണെങ്കിൽ വെള്ളാനയല്ലാത്ത കേരളത്തിൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കേസുകൾ അല്ല എന്നുള്ളത് കാര്യം തന്നെയാണ്. നോക്കൂ, കഴിഞ്ഞ വർഷം തിരുവല്ലയിലുള്ള ചില സഖാക്കൾ ഫിഷറീസിൽ ജോലി വാങ്ങിച്ചേരാന്ന് പറഞ്ഞ് കാശ് പിരിക്കുകയായിരുന്നു. അത്രേ കാശില്ലെങ്കിൽ ലോൺ വരെ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു. 12 ലക്ഷം കോഴ വാങ്ങിയെന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്ന ആളുകളുണ്ട്. ലിസ്റ്റ് വന്നാൽ അതെ, എനിക്ക് മനസ്സിലായില്ല. ഏത് ലിസ്റ്റ് വന്നാലും അങ്ങനെ ലിസ്റ്റ് വന്നാൽ ആര് ചോദിക്കും? മനസ്സിലായില്ല. ആര് ചോദിക്കും? ആരാ പോയി ചോദിക്കുന്നത്? ഈ ലിസ്റ്റിൽ വരുന്ന ആളുകൾ സമരവുമായി പോകുമ്പോൾ അവരുടെ അടുത്തേക്ക് പോകുന്ന ആളുകളുണ്ടെന്നാണ് പറഞ്ഞത്. നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യിക്കാൻ നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യിക്കുന്നത് അഴിമതിയും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ? നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യിക്കാൻ ഇടപെടാമെന്ന് പറഞ്ഞു പോകുന്ന ദല്ലാൾമാർ വരെ ഞാൻ പറഞ്ഞോ. അത്തരത്തിലുള്ള ആളുകൾ പോലും ഇവിടെ ഉണ്ടെന്ന്. ശരി, ചോദിക്കട്ടെ, PSC ആരാ റിപ്പോർട്ട് ചെയ്യേണ്ടത്? PSC ആണോ റിപ്പോർട്ട് ചെയ്യേണ്ടത്? അതാത് വകുപ്പുകളല്ലേ? ആ വകുപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് PSC എന്താ വിളിച്ചത്? ഞാനിവിടെ PSC അംഗങ്ങൾ ഇറങ്ങി പോകുന്നെന്ന് പറഞ്ഞോ? പിന്നെ അത്തരം തട്ടിപ്പിന് ഇറങ്ങുന്ന ആളുകൾ പോലും ഉണ്ടെന്നാണ് പറഞ്ഞത്. തട്ടിപ്പ് എവിടെ ഇല്ലാത്തത്? എല്ലാ മേഖലകളിലും തട്ടിപ്പ്. ആരാ പറഞ്ഞത് PSC പൂർണ്ണമായും സുതാര്യമാണെന്ന്? വെള്ളാനയാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കേരളത്തിലെ PSC ഇന്ത്യ വരെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യവും നമ്മുടെ മുന്നിലില്ല. നമ്മുടെ മുന്നിലുള്ളത് ഈ പുറത്തു വന്നിരിക്കുന്ന വിഷയങ്ങളിലുള്ള അന്വേഷണം മാത്രമാണ്. അതല്ലാതെ ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ് മെമ്പേഴ്സ്. ചെയർമാൻ ഉൾപ്പെടെ 5 പേർ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ 9 മുതൽ 11 പേരാണ്. ഇവിടെ 21 പേരെയാണ്. 21 പേരും ഉണ്ടല്ലോ. 21 പേരുണ്ട്. തൊട്ട് പിന്നിൽ അങ്ങ് തന്നെ പറഞ്ഞ UP-യിൽ എന്താണ് വെസ്റ്റ് ബംഗാളിൽ 4 പേരും ഒരാൾ ചെയർമാനും അടക്കം 5 പേരേ ഉള്ളൂ. ഈ അംഗം അനുസരിച്ചാണല്ലോ അപ്പോയിന്റ്മെന്റ്. അംഗം മാത്രമല്ല, അത്രയും കൃത്യമായിട്ട് അവിടെ നടത്തുന്നത്. ഇത്രയും വെറൈറ്റി ഓഫ് സർവീസ് അവിടെ കൊടുക്കുന്നില്ല. കരാറുകൾ മാത്രമാണ് കൊടുക്കുന്നത്. അല്ല, ആ കൊടുക്കുന്നതാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അതാണല്ലോ അന്വേഷിക്കപ്പെടേണ്ടത്. നിയമനങ്ങളിലെ വെറൈറ്റീസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അഴിമതിയുടെ PSCO എന്നുള്ളതാണ് ചോദ്യം. 3 പേർ യെസ്, ഒരാൾ നോ. Meet the editors.